ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പഠിച്ചാലോ? വാ, പഠിക്കേണ്ട ടോപ്പിക്കിന്റെ പേര് ഫ്യൂവൽ സെല്ലാണ്. ഫ്യൂവൽ സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഫ്യൂവൽ സെല്ലിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. എന്തിനാ? അത് കത്തുന്ന സമയത്തുള്ള കമ്പഷൻ, കത്തിക്കഴിഞ്ഞ് എന്ത് ചെയ്യും? അത് നേരെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. ആനോഡ്, കാഥോഡ്, ഓവറോൾ റിയാക്ഷൻ മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓവറോൾ റിയാക്ഷൻ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടില്ലല്ലോ. H2O2 കൂടെ ചേർന്നാൽ H2O ആണ്. അത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ആനോഡും കാഥോഡും നിങ്ങൾക്ക് ഏകദേശം എഴുതാൻ പറ്റും. കാരണം ഇവിടെ രണ്ട് ഭാഗത്ത് നോക്കിയേ, 4 OH വരുന്നുണ്ട്, 4 ഇലക്ട്രോണും വരുന്നുണ്ട്. അത് രണ്ടും മാറ്റി എഴുതിയാൽ ആ ഇക്വേഷൻ സെറ്റാണ്. അടുത്തത് അഡ്വാൻറ്റേജസ്. എന്താണ് അഡ്വാൻറ്റേജസ്? നമ്മൾ എത്ര കാലം കൊടുത്തുകൊണ്ടിരിക്കുന്നോ അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യും? ഔട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. എഫിഷ്യൻസി കൂടുതലാണ്, പൊല്യൂഷൻ ഇല്ല, എക്കോ ഫ്രണ്ട്ലി ആണ്. കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? വാട്ടർ അല്ലേ. സോ എന്തിനു ഉപയോഗിക്കാം? ഡ്രിങ്കിങ്ങിന് ഉപയോഗിക്കാം. അടുത്തത് കൊറോഷൻ. എന്താ കൊറോഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോമിങ് ഓക്സൈഡ് ഓർ other compounds of a metal on its surface by the action of water, air, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര. അപ്പം ഇതാണ് കൊറോഷൻ്റെ ഡെഫിനിഷൻ. ഇനി എങ്ങനെയാണ് നമുക്ക് കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യുക? പെയിൻറ്റിങ് അല്ലെങ്കിൽ വാർണിഷിങ് അറിയാവുന്ന കാര്യമാണ്. മെറ്റൽ കോട്ടിങ് ചെയ്യാം. ഈ മെറ്റൽ കോട്ടിങ്ങിൽ തന്നെ ഗാൽവനൈസേഷൻ എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. എന്താണ് ഗാൽവനൈസേഷൻ? സിങ്കിൻ്റെ കോട്ടിങ്ങിന് പറയുന്ന പേരാണ് എന്ത്? ഗാൽവനൈസേഷൻ. പിന്നെയോ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻസ് ഉപയോഗിക്കുക, അതേപോലെ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷനും ചെയ്യുക. സോ നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ.